ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ക്രിസ്മസിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു. എനിക്ക് വയ്യാത്ത കാരണം ഞാൻ എന്താ പറയുക, ക്രിസ്മസിൻ്റെ വീഡിയോ ആയിട്ടോ അങ്ങനെ സെപ്പറേറ്റ് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എല്ലാം കൂടി ഞാൻ എടുത്തു വെച്ചിരുന്ന എല്ലാ വീഡിയോയും കൂടി ഒരു ഇതാക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. കാരണം എന്താ പറഞ്ഞാൽ അത്രയും എന്താ പറയുക, ഇനിയിപ്പോൾ ചെയ്തിട്ട് കാര്യമില്ല. ക്രിസ്മസും കഴിഞ്ഞു, ന്യൂ ഇയറും കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ട്രീ സെറ്റ് ചെയ്യുന്നതാണ്. ആദ്യം ഞങ്ങളിത് ചെയ്തു തുടങ്ങിയത് നേരത്തോടെ ചെയ്തു തുടങ്ങി. ഞങ്ങൾ ട്രീ സെറ്റ് ചെയ്തു ആദ്യം. പിന്നെ അത് ഡെക്കറേറ്റ് ചെയ്തു. 2 ട്രീ ചെയ്തിട്ടുണ്ട്. ഒന്ന് നോർമൽ ഒരു ട്രീയും പിന്നെ ഒന്ന് ഒരു വലിയൊരു ട്രീ. അതിൻ്റെ ചോട്ടിലാണ് ഞങ്ങൾ പുൽക്കൂടും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. മുകളിൽ മാല ബൾബ് ഇട്ടു. അതുമ്പോൾ കുറേ ഇങ്ങനെ ബോൾസും പല തരത്തിലുള്ള സാധനങ്ങളെല്ലാം അങ്ങനെ ഞാത്തിയിട്ടു. ഞങ്ങൾ കയറി വരുന്നതിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. ഇപ്പോൾ കാണുന്ന ഈ വീഡിയോയിൽ ഒന്നും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ആൾക്കാരൊന്നും വെച്ചിട്ടില്ല. അതിൽ ജസ്റ്റ് സാധനങ്ങളൊക്കെ വെച്ച സമയത്ത് എടുത്തു വെച്ച വീഡിയോ ആണ്. പിന്നെ പിന്നെന്താ ഇതൊക്കെ ചെയ്തേക്കുന്നത് ഒരു ടേബിൾ വെച്ചിട്ട് പേപ്പറും പിന്നെ ഇവിടെ പുല്ലൊക്കെ മേടിക്കാൻ കിട്ടും. അങ്ങനെ മേടിച്ച പുല്ല് പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ്. പിന്നെ ഗിഫ്റ്റുകൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കേക്കും മറ്റ് സാധനങ്ങളൊക്കെ അതിൻ്റെ ചോട്ടിൽ വെച്ചിട്ടുണ്ട്. ഗിഫ്റ്റുകൾ വെച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഇപ്പം ഇതിൽ എല്ലാ സാധനങ്ങളും ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ക്രിസ്മസിൻ്റെ അന്ന് 24th നൈറ്റ് 25th 12 മണിക്ക് ഞങ്ങൾ ഉണ്ണീശോനെ അതിൽ വെക്കാൻ പോകുന്നതാണ്. ഇതിൽ എന്നെ കണ്ടാൽ അറിയാം, പനി പിടിച്ച് എന്താ പറയുക, ഛർദിയൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്ന ദിവസമായിരുന്നു. 2-3 ദിവസം തലവേദനയൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഉണ്ണീശോ പിറന്ന 24th നൈറ്റ് 12 മണിയായപ്പോൾ 25th ഞങ്ങൾ ഉണ്ണീശോനെ വെച്ചു. പിന്നെ ഞങ്ങളുടെ ലെല്ലോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റുകൾ തന്നു. ഞങ്ങൾ ഓരോരുത്തർക്കായിട്ട് ഗിഫ്റ്റുകൾ തന്നു, കൈയടിച്ചു. എല്ലാവരും ഭയങ്കര ഹാപ്പി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സാണ് എടുത്തു തന്നത്. പിന്നെ 2 പേർക്ക് പിന്നെ ഞങ്ങൾ സൈക്കിള് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്താ പറയുക, തലയിൽ വെക്കുന്ന ഹെൽമെറ്റും മറ്റു കാര്യങ്ങളൊക്കെ മേടിച്ച് തന്നു. അങ്ങനെ പിന്നെ എല്ലാവർക്കും കൊടുത്തു ഗിഫ്റ്റുകൾ. പിന്നെ ആളുടെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെയും ഫ്രണ്ട്സ് തന്നെയാണ്. അതെ, ഹെൽമെറ്റ് അങ്ങനെ. അപ്പോൾ അത് എല്ലാ കാര്യങ്ങളും അവരും ഗിഫ്റ്റ് കൊടുത്തു, അവർക്കും ഗിഫ്റ്റ് കൊടുത്തു ആൾ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ആൾക്കും ഗിഫ്റ്റ് കൊടുത്തു. ഞങ്ങൾക്ക് കുറേ എന്താ പറയുക, ഞങ്ങൾ കുറേ സാധനങ്ങൾ സെപ്പറേറ്റ് കളക്ട് ചെയ്ത് ഞങ്ങൾ ആദ്യമേ തുടങ്ങി കളക്ട് ചെയ്ത് കുറച്ച് കളക്ട് ചെയ്ത് അങ്ങനെ വലിയൊരു പെട്ടിയായിട്ടാണ് ആൾക്ക് കൊടുത്തത്. അപ്പോൾ ആൾക്ക് ഭയങ്കര സർപ്രൈസായി. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിച്ച് കൊടുക്കാറുണ്ട്, പക്ഷെ ഇതുപോലെ കൊടുക്കുന്നത് പ്രതീക്ഷിച്ചില്ല. കാരണം അത്രയും പേർക്ക് സാധനങ്ങളുണ്ടായിരുന്നു. അവസാനം കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവസാനം അതെല്ലാം നിരത്തി വെച്ച് കാണിക്കുന്നുണ്ട്. ആൾക്കത് പൊക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നീട് കാണിക്കാതെ എല്ലാവർക്കും മേശ വെച്ചിട്ട് കാണിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. ഇതാണ് എൻ്റെ പുൽക്കൂടൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ പോയി. ഇത് ഞങ്ങളുടെ ഫ്രണ്ട്സ്, ഞങ്ങളെല്ലാം ഇടയ്ക്ക് അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. എന്താ എൻ്റെ കോലം കണ്ടില്ല, അയ്യോ പനി പിടിച്ചിരിക്കുന്ന സമയമാണ്. ഇനി അതെല്ലാം ഞങ്ങൾ കിച്ചണിൽ വന്നിട്ട് ഞങ്ങളതെല്ലാം തുറന്ന് എന്താ പറയുക, എല്ലാം നിരത്തി വെച്ച് ഇനി കാണിക്കുന്നുണ്ട്. അതിലെ മിഠായി സാധനങ്ങളൊക്കെ പോയ വഴി കണ്ടില്ല. പിന്നെ ആൾക്ക് സ്പ്രേ, പിന്നെ കുറച്ച് ചീസ് പോലുള്ള സാധനങ്ങൾ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചീസ്, പിന്നെ കേക്ക്, പിന്നെ പാസ്ത, പിന്നെ ആൾ സിഗരറ്റ് വലിക്കും. അപ്പോൾ അതിൻ്റേതായ കുറച്ച് സാധനങ്ങൾ, പിന്നെ അങ്ങനെ ആൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ആണ് കൊടുത്തത്. മിഠായിയൊക്കെ ഞങ്ങൾ തിന്നു, അത് വേറെ കാര്യം.
അങ്ങനെ എല്ലായിടത്തും പുറത്തിട്ട് എല്ലാം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് എല്ലാം നിരത്തി വയ്ക്കുന്നതാണ്. ഞങ്ങളെല്ലാവരും നിരത്തി വെച്ചു. പിന്നെ ഇത് ഞങ്ങൾ ക്രിസ്മസിന് ഫുഡ് കഴിക്കുമ്പോഴത്തെ ഒരു വീഡിയോ ആണ്. ഞങ്ങളെല്ലാവരും കഴിക്കാതിരിക്കുന്നതിന് മുമ്പ് ടേബിൾ സെറ്റാക്കി അങ്ങനെ എടുത്തതാണ്. ഇത് ഡെക്കറേഷൻസൊക്കെ ഞാൻ ജസ്റ്റ് എടുത്ത് വീണ്ടും വീഡിയോ ഇതിലിട്ടുന്നേ ഉള്ളൂ. എല്ലാം അടുത്ത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വെച്ച് എല്ലാവരും അടുത്ത് കാണാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ പഴയ സാധനങ്ങളും പുതിയത് അധികം സാധനങ്ങളും കുറച്ച് ബോൾസും മറ്റു സാധനങ്ങളൊക്കെ പുതിയത് മേടിച്ചു, ബാക്കിയെല്ലാം പഴയത് തന്നെയാണ്. പിന്നെ കുറച്ച് വീടുകൾ, അതൊക്കെ പേപ്പർ വീടുകളാണ്. അതൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങനെ ഇതാണ് ക്രിസ്തുമസിൻ്റെ പുൽക്കൂട്. പിന്നെ ഇവിടെ പല സാധനങ്ങളും റെഡിമെയ്ഡായി കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്കധികം, അതായത് ഈവൻ വീടുകൾ അല്ലെങ്കിൽ പാലം അല്ലെങ്കിൽ എന്താ പറയുക വീട്, പിന്നെ വലിപ്പം വീടിൻ്റെ വലിപ്പം, മതിൽ, പുല്ല്, അങ്ങനെ എല്ലാം തന്നെ റെഡിമെയ്ഡായിട്ട് കിട്ടുമായിരുന്നു. അത് കാരണം പിന്നെ പിന്നെ കുഞ്ഞു കുഞ്ഞു ട്രീകൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും. ഇത് എല്ലാം കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഡാൻസ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ക്രിസ്മസ്. എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.